ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ കണക്ഷനുകൾക്ക് വയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതെന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളത് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് പലവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ AC-യുടെ പ്ലഗും കാര്യങ്ങളും എല്ലാം മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻ എല്ലാം കിട്ടിയതിന് ശേഷം തുറന്ന് നമുക്ക് AC പിടിപ്പിക്കാം എന്നെല്ലാം നമ്മളോട് പറഞ്ഞ് ചില ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ KSEBയിൽ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ നമ്മളുടെ കണക്റ്റഡ് ലോഡ് അഥവാ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളാണ് പിടിപ്പിച്ചിരിക്കുന്നത്, ലൈറ്റ്, ഫാന്, AC, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതിനുള്ള ഒരു വാട്ടേജ് ലിസ്റ്റ്, കണക്റ്റഡ് ലോഡിൻ്റെ വാട്ടേജ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് അവിടെ സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ കണക്ഷൻ തരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ എത്ര ലോഡ് വരെ അല്ലെങ്കിൽ എത്ര വാട്ടേജ് വരെ നമ്മുടെ ലൈനിൽ കണക്ട് ചെയ്യാൻ പറ്റും? മിനിമം അല്ല, മാക്സിമം. അപ്പം മാക്സിമം 5000 വാട്ട്സ് വരെ ഉള്ള കണക്റ്റഡ് ലോഡുകൾ മാത്രമേ നമുക്ക് സിംഗിൾ ഫേസിൽ കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. 5001 വാട്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുക്കണം എന്നാണ് നമ്മുടെ KSEBയുടെ നിയമം. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ കണക്റ്റഡ് ലോഡ് കണ്ടുപിടിക്കും എന്നൊക്കെ നമുക്ക് ഒരു ഡൗട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇലക്ട്രീഷ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 40 വാട്ട്സിൻ്റെ ബൾബ്, അല്ലെങ്കിൽ ഒരു 50 വാട്ട്സിൻ്റെ ബൾബോ, ഒരു 100 വാട്ട്സിൻ്റെ ബൾബോ, അല്ലെങ്കിൽ നമ്മളൊരു ഫാനിന് 75 വാട്ട്സോ 90 വാട്ട്സോ അതോ 25 വാട്ട്സിൻ്റെ BLDC ആണോ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കണക്റ്റഡ് ലോഡുകൾ അല്ലെങ്കിൽ ഒരു പ്ലഗിന് എത്ര വാട്ടേജ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ടോട്ടൽ കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ടോട്ടലായിട്ടുള്ള വാട്ടേജ് കണക്കാക്കുമ്പോൾ അത് 5000 വാട്ട്സിന് മുകളിൽ വന്നാൽ, 5 kVക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 ഫേസ് കണക്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ 3 ഫേസ് കണക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര വരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3 ഫേസ് കണക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയെങ്കിലും കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് കൂടുമോ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ 5000 വാട്ട്സ് വരെ മാത്രമേ നമുക്ക് സിംഗിൾ ഫേസ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അതിന് മുകളിലേക്ക് വരുന്ന വീടുകളിൽ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ നമ്മളിതെല്ലാം ഈ പറയുന്ന പോലെ AC-ക്ക് ആവശ്യമുള്ള വയറിങ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളിതിനെ എല്ലാം ഒരു ഡെമ്മിയോ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കുകയും കറണ്ട് കിട്ടിയതിന് ശേഷം, സിംഗിൾ ഫേസ് കറണ്ട് കണക്ഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഈ AC എല്ലാം പിടിപ്പിച്ച് അതെല്ലാം കണക്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് കൂടുതലായിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ ആകെ ഒരു AC ഉപയോഗിക്കുന്നുള്ളൂ, 3 മുറിയിൽ അല്ലെങ്കിൽ 4 മുറിയിൽ ഞങ്ങൾ AC കണക്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും പറയുന്നത് ശരിയായ കാര്യമല്ല. കാര്യം കണക്റ്റഡ് ലോഡിനാണ് നമ്മൾ വാട്ടേജ് കണക്കാക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് 4 മുറിയിലും AC ഉള്ളതാണെങ്കിൽ ഈ 4 മുറിയിലുള്ള ACയും കൂടെ ഓൺ ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വയറിങ്ങിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ELCBയോ MCBയോ അങ്ങനെയുള്ള പല സാധനങ്ങൾക്കും കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ 5000 വാട്ട്സിന് മുകളിൽ സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കണക്റ്റഡ് ലോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വാട്ടേജ് കണക്കാക്കുന്നതെന്നും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല. ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെയോ സഹായം തേടുന്നത് തന്നെയായിരിക്കും ഏറ്റവും കൃത്യമായ കാര്യം എന്ന് പറയുന്നത്. ഇതിന് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മളിങ്ങനെ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന പഴയ വീടുകളൊക്കെ നേരത്തെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ലോഡുകളൊക്കെ റെഗുലറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് സമയം തന്നിരുന്നു. അത് 2023 ഡിസംബർ 31 ആ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്നതിന് ഇനി ഫൈൻ ഈടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണക്റ്റഡ് ലോഡുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൃത്യമായി കാണിക്കാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഇനി അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ KSEB അതിനു വേണ്ടി നമുക്ക് സമയം തന്നിരുന്നത്. അപ്പോൾ നമ്മളൊരു വീട് വയർ ചെയ്യുമ്പോൾ സിംഗിൾ ഫേസിൽ തന്നെ നിലനിർത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ട എല്ലാ ലോഡുകളും കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ വയറിങ് തീർക്കാനായിട്ട്.
അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കണക്റ്റഡ് ലോഡ് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് കണക്ഷൻ കിട്ടിയതിന് ശേഷം ഈ ലോഡുകളെല്ലാം കണക്ട് ചെയ്യുന്നത് ശരിയായ ഒരു രീതിയല്ല. അത് നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ഫേസിൻ്റെ വയറിംഗ് എല്ലാം നമ്മുടെ വീടിന് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ AC കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. വയറിംഗ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സിംഗിൾ ഫേസ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. എടുത്ത് നമ്മൾ സിംഗിൾ ഫേസ് ആയിട്ട് ഉപയോഗിക്കും. കണക്റ്റഡ് ലോഡ് തീരെ ഇല്ലാതെ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നീട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ACയോ അതുപോലെ ഹീറ്ററോ അങ്ങനെയുള്ള ഹെവി ലോഡ് വരുന്ന കണ്ടീഷൻസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് റെഗുലറൈസ് ചെയ്യണം. റെഗുലറൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മുറിയിൽ നിങ്ങളൊരു AC പിടിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ 3 മുറിയിൽ AC പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 3 ഫേസിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റങ്ങൾ നിങ്ങൾ KSEBയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതാണ് അതിൻ്റെ ശരിയായ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ വീട് വയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പ്രധാന കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇതിൻ്റെ നിയമവശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാവൂ. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.